അപ്പോഴേ ഇന്നൊരു കഥ പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഈവനിങ്ങിൽ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഫോൺ എടുത്ത പാടെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അവൾ എൻ്റെ അടുത്ത് ബിന്ദു നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ അടുത്തൊരു 45 മിനിറ്റ്സോളം സംസാരിച്ചു കേട്ടോ. ഈ സംസാരത്തിൻ്റെ ഇടയിൽ ആൾ കുറേ സങ്കടങ്ങൾ പറഞ്ഞു, കരഞ്ഞു, എൻ്റെ അടുത്ത് കുറച്ച് സജഷൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ആളെ ഒന്ന് സമാധാനിപ്പിച്ച് ഓക്കെ ആക്കി ഫോൺ വെച്ചു കേട്ടോ. നിയർലി ഒരു 45 മിനിറ്റ്സ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ ഫോണൊക്കെ വെച്ചതിന് ശേഷം എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. വൺ ക്വസ്റ്റ്യൻ വാസ് റണ്ണിങ്. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. അപ്പം ഒരു 1 വീക്ക് ഞാൻ അവളോടൊരു സ്റ്റേബിൾ കോൺടാക്റ്റ് ഒക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവളൊന്ന് ഓക്കെ ആയി എന്നും അറിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്, എന്താണ് എന്നോട് ഇതൊക്കെ ഷെയർ ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കേട്ടോ. ബിക്കോസ് ഞങ്ങൾ 2018 ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ 8 വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഫ്രീക്വൻറ്റ് കോൺടാക്ട്സോ അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ ലൈക്ക് ചെയ്യും, ഒരു ഹായ് ബൈ അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ചോദ്യത്തിന് അവളൊരു റിപ്ലൈ തന്നു കേട്ടോ. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു അടിപൊളി സെൻറ്റൻസ് ആയിരുന്നു. അതെന്താണെന്നറിയോ? ബിന്ദു, what matters is not the person we go to when we are happy, but the person we go to when we are sad. You know, I was stuck for a moment. ഞാൻ ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ആയിപ്പോയി, എന്ത് റിപ്ലൈ ചെയ്യും എന്നറിയാതെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെൻറ്റൻസ് ആണത്. നമ്മൾക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ പോകുന്ന മനുഷ്യന്മാർ, ദേ ആർ റിയലി ജംസ് ഇൻ അവർ ലൈഫ്. നമുക്ക് സന്തോഷം വരുമ്പോൾ നമുക്കത് ആരുടെ കൂടെയും ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ലൈഫിൽ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദാറ്റ് വിത്ത് യു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ. ഈവൻ ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓൾസോ വി വിൽ ഷെയർ ഓൾ അവർ ഹാപ്പി മൊമെൻറ്റ്സ്, like the time we are spending with our family or some trip photos, buying a new car, whatever, all the happy moments we are so excited to share on social media platforms. But any financial issues or some pains, some kind of hospital cases and all, we will try to hide from social media. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനും സാഡ്നെസ് ഹൈഡ് ചെയ്യാനും ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ലൈഫിൽ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെ കേട്ടിരിക്കാനും നമുക്ക് സജഷൻസ് തരാനും ഒക്കെ ആ ഒരു മനുഷ്യർ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി റിയലി ഗ്രേറ്റ്ഫുൾ ടു ദം. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു മനുഷ്യർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഓർക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ.